നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പനയ്ക്കടുത്തുള്ള അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഇന്ന് കുമളി റൂട്ടിൽ നിന്നും കട്ടപ്പന വഴി അഞ്ചുരുളിക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇന്ന് ഇടുക്കിയിൽ പൊതുവെ നല്ല മഴയുള്ള കാലാവസ്ഥയാണ്. അതോടൊപ്പം തന്നെ നല്ല മഞ്ഞുണ്ട്. ഈ റോഡിൻ്റെ ഇരുഭാഗത്തായിട്ട് നല്ല മരങ്ങളൊക്കെ നീക്കി കാണുമ്പോൾ നമുക്ക് നല്ല പ്രകൃതി രമണീയമായിട്ട് തോന്നും. അതോടൊപ്പം തന്നെ ഈ സൈഡുകളിലെല്ലാം ഏലക്കാടുകളാണ്. അതോടൊപ്പം റിസോർട്ട്സൊക്കെ ഈ വഴികളിൽ ഒക്കെ ഉണ്ട്. ഇപ്പം നല്ല മഞ്ഞിൻ്റെ ആധിക്യം മൂലം കയറി വരുന്ന വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതും രാവിലെയാണ്. ഇനി കൂടുതൽ മഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലെ റോഡുകളെല്ലാം പൊതുവെ വളവ് ഒത്തിരിയുള്ള റോഡുകളാണ്. അതുപോലെ തന്നെ കുഴികളുമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. അഞ്ചുരുളിയെപ്പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇരട്ടയാർ ഡാം നിർമ്മിച്ച് ഇരട്ടയാർ ഡാമിൽ നിന്നും ഒരു ടണലുണ്ടാക്കി ആ ടണലിൽ കൂടെ ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയാണ് അഞ്ചുരുളി ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ടണൽ നിർമ്മാണം ആരംഭിച്ച വർഷം 1974 മാർച്ച് 10-നാണ്. ടണൽ ഉദ്ഘാടനം ചെയ്ത വർഷം 1980 ജനുവരി 30-നാണ്. അതായത് 6 വർഷം കൊണ്ട് ഈ ടണൽ പൂർത്തീകരിക്കാൻ ഇടയാക്കി. കോൺട്രാക്ടർ ശ്രീ പൈലിപ്പിള്ള കോലഞ്ചേരിയാണ് ഇതിൻ്റെ മെയിൻ കോൺട്രാക്ടറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തത്. ടണലിൻ്റെ നീളം 5 കിലോമീറ്റർ നീളവും 24 അടി വ്യാസവുമുണ്ട്. ഇതിന് നമുക്ക് ഈ സമയങ്ങളിൽ നല്ല മഴയുള്ള സമയങ്ങളായതുകൊണ്ട് ഭയങ്കരമായിട്ട് വെള്ളം വരും. എന്നാൽ നമ്മൾ വേനൽക്കാലത്തൊക്കെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും. നമുക്ക് ആ ടണലിനകത്ത് കയറുകയും ഒത്തിരി ദൂരം പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ഓക്സിജൻ്റെ സാന്നിധ്യം കുറവാണ്. നമുക്ക് കുറച്ച് ഭാഗങ്ങളിൽ പോവുകയും നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാൻ നല്ല സൗകര്യമാണ്. പക്ഷേ ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പാമ്പുകൾ, അതുപോലെ വവ്വാലിൻ്റെ ശല്യം, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. അത് തന്നെയല്ല, ടണൽ മലയുടെ ഉള്ളിലായതുകൊണ്ട് മൊബൈൽ റേഞ്ച് ഇല്ല. അപ്പം നമ്മൾ അങ്ങനെയുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വയമായി എടുക്കണം. അഞ്ചുരുളി മുതൽ ഇരട്ടയാർ വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് ഈ ടണൽ. അഞ്ചുരുളിയിലും ഇരട്ടയാറിലും ഒരുപോലെ നിർമ്മാണം ആരംഭിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ഈ ടണൽ. നിർമ്മാണ സമയത്ത് 22 പേര് അപകടത്തിൽ മരിച്ചു. കല്യാണത്തണ്ട് മലയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 2000 അടിക്ക് മുകളിൽ ഈ മലയ്ക്ക് ഉയരമുണ്ട്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് കട്ടപ്പന ടൗണിൽ കൂടെയാണ്. ഇടുക്കി ജില്ലയിലെ അത്യാവശ്യം നല്ല ടൗണുകളിൽ ഒന്നാണ് കട്ടപ്പന ടൗണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇടുക്കി കവലയിലേക്കാണ്. എറണാകുളത്തു നിന്ന് വരുന്നവർക്ക് ഇടുക്കി ഡാം കണ്ടതിന് ശേഷം ഇടുക്കി കവലയിൽ വന്നിട്ട് നേരെ കോട്ടയം റൂട്ട് പോവുകയാണെങ്കിൽ കക്കാട്ട് കവല എന്ന് പറയുന്ന ഒരു കവല വരും. അവിടെ നിന്നുമാണ് നമ്മൾ അഞ്ചുരുളിക്ക് തിരിയുന്നത്. ഇവിടെ നിന്നും കുട്ടിക്കാനം വരെ റോഡിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നല്ല മഴയും കാറ്റും കൂടുതലുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ എത്തിച്ചേരുന്നത് കാക്കാട്ടുകവല എന്ന് പറയുന്ന ജംഗ്ഷനിലോട്ടാണ്. ഇവിടെ നിന്ന് റൈറ്റ് തിരിയുന്നതാണ് അഞ്ചുരുളിയിലേക്കുള്ള റോഡ്. ഇവിടെ എല്ലാ സൈൻ ബോർഡുകളും നമുക്ക് കറക്റ്റായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഒരു ചെറിയ പോക്കറ്റ് റോഡാണ് കേട്ടോ. എന്നാലും വലിയ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഈ വഴി പോകുന്നുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് വലിയൊരു തോടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊഴുക്കുണ്ട്. അതായത് ഈ പ്രദേശത്തെ കൈത്തോടുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഈ ഒറ്റത്തോടാക്കി ഇടുക്കി ജലാശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ആ ടണൽ, അഞ്ചുരുളി ടണലിലെ ഇരട്ടയാറിൽ നിന്നും കൊണ്ടുവരുന്ന വെള്ളവും ഈ കൈത്തോട്ടിൽ നിന്നും വെള്ളവും 2 സ്ഥലത്തായിട്ട് ഇടുക്കി ജലാശയത്തിലേക്കാണ് വന്ന് പതിക്കുന്നത്. കൈവരികൾ ഒന്നുമില്ല കേട്ടോ. അത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം അവിടെ നിൽക്കുവാനും ഒക്കെ. ഇപ്പം നമ്മൾ അഞ്ചുരുളിയെ ലക്ഷ്യമാക്കി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തും. പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത്. നാച്ചുറലായിട്ട് നല്ല പച്ചപ്പും വെള്ളച്ചാട്ടവും മലയും ഇടുക്കിയുടെ എല്ലാ മനോഹാരിതയും ഈ ഒരൊറ്റ ഒരു പോക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നമ്മൾ അഞ്ചുരുളിക്കുള്ള റോഡാണിത്. എന്നാൽ റോഡ് നല്ലതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഇതിലാണ് കിടക്കുന്നത്. അപ്പം വളരെ നമുക്ക് സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല, പതുക്കെ പോകണം. ഓക്കെ, അങ്ങനെ റോഡ് ഫുള്ള് ഏറെക്കുറെ നല്ലതായിട്ട് ഇളകി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു, കാർ പാർക്ക് ചെയ്തു. ഇന്ന് മഴയും കാറ്റും ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് ടൂറിസ്റ്റുകളും കുറവാണ്. സൈഡിലുള്ള കടകളും ഇന്ന് തുറന്നിട്ടില്ല. നമ്മൾ ജലാശയത്തിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് താഴോട്ട് പോയാലോ? നമ്മൾ ജലാശയത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴി ഈ വഴിയാണ്. ഇതിലെ താഴോട്ടാണ് നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതിവിടെ ജലാശയമാണ് താഴെ. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ സൈഡിലായിട്ട് 2 മുന്നറിയിപ്പ് ബോർഡുകൾ കാണാൻ പറ്റും. ഒന്ന് KSEBിയുടെ മുന്നറിയിപ്പ് ബോർഡാണ്, രണ്ടാമത്തേത് DTPCയുടെ, അതായത് ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് ചെയർമാൻ്റെ അപകട മേഖലയാണെന്നും അതിനുള്ള മുന്നറിയിപ്പുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കയ്യൂരി ഒന്നും പിടിപ്പിച്ചിട്ടൊന്നുമില്ല. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ജലാശയത്തിൽ നല്ല ആഴമുള്ള മേഖലയാണെന്നാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആഴമുള്ളതുകൊണ്ട് നമുക്ക് അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ടണലിൽ കൂടാണ് വെള്ളം കൊണ്ടുവരുന്നത്. ആ വെള്ളം കൊണ്ടുവരുന്നത് നമുക്ക് അപ്പുറത്തോടെ കാണാം. ഇത് ജലാശയം കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇനി അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ നല്ല ശക്തിയിലാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് നമുക്ക് സൗണ്ട്, ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം നമുക്ക് സൗണ്ട് ഒത്തിരി നമുക്ക് കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമുക്ക് അവിടുന്ന് ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് ഈ മലയാണ്. ഈ മല കല്യാണത്തണ്ടെന്ന് പറയുന്ന ഒരു മലയാണ്. ആ മലയുടെ ഏകദേശം 5-5.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ടണലിന്. ഈ മലയുടെ കറക്റ്റ് തുരങ്കം ഉണ്ടാക്കി അപ്പുറത്തെ ഇരട്ടയാർ ഡാമാണ്. ആ ഡാമിൽ നിന്നുള്ള വെള്ളം ഈ ജലാശയത്തിൽ ഇടുക്കി ജലാശയത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒറ്റൊരു പ്രശ്നമുള്ളൂ, കൊച്ചു പിള്ളേരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കി കുഴപ്പമൊന്നുമില്ല. പിന്നെ കട്ടപ്പന ഉള്ള ചെറിയ കൈത്തോടുകളിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വന്ന് ചാടുന്നുണ്ട്. അത് കൈത്തോടുകളെല്ലാം കൂടെ ജോയിൻ ചെയ്ത് അവിടുന്നും വെള്ളം ജലാശയത്തിലേക്ക് വരുന്നു. ഇവിടെ ടണലിൽ കൂടെ ഇവിടെ വരുന്നു. ഇപ്പോൾ മഴക്കാലമായതിനാൽ നല്ല പവറിലാണ് വെള്ളം വരുന്നത്. അപ്പോൾ നമ്മൾ അഞ്ചുരുളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ 5 മലകൾ ഉരുളി കമത്തി വെച്ച പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് അഞ്ചുരുളി എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ വന്നിരിക്കുന്നത്. അത് പണ്ട് കാലത്ത് തൊട്ടേ അങ്ങനെ ആണ് അറിയപ്പെടുന്നത്. അഞ്ചുരുളി കമത്തി വെച്ച പോലെ ഈ മലകളെല്ലാം നോക്കി കഴിയുമ്പോൾ ഇരിക്കും. അതാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നത് ടണലിനകത്തൂടെ വെള്ളം കൊണ്ടുവരുന്ന ഭാഗത്തോട്ടാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ടാണ് ഈ വെള്ളം വീഴുന്നതിൻ്റെ ഒച്ച കാരണം. അതുകൊണ്ട് ചെറിയ സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ധാരാളം സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് ഈ അഞ്ചുരുളി. ഭയങ്കര ഫോഴ്സിലാണ് വെള്ളം വീഴുന്നത്. വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയ തുള്ളികൾ നമ്മുടെ ദേഹത്ത് തെറിക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് പോലും പാറ അടിച്ചിട്ട് പൊങ്ങുന്ന ചെറിയ തുള്ളികൾ നമ്മുടെ ദേഹത്ത് ഒന്ന് അടിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പം ഇതിലും ഫോഴ്സ് കൂടും. മഴക്കാലം ഇവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് നല്ല ഫോഴ്സിലേക്ക് വരും. അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ടണലിൽ നിന്ന് വെള്ളം വരുന്ന താഴെയുള്ള ഭാഗമാണ്. അത് ഭയങ്കര ശക്തിയിലാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. നമ്മൾ അതിലെ അകത്തോട്ടാണ് ടണലുള്ളത്. വേനൽക്കാലത്ത് നമുക്ക് ആ ടണലിനകത്തൊക്കെ കയറാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് നമുക്ക് അടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ താഴോട്ട് ജലാശയത്തിലേക്ക് തന്നെ വീഴും. ഇവിടെ നല്ല ആഴമുള്ള ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് പതുക്കെ ടണലിൻ്റെ ആ ഭാഗത്തോട്ട് പോവാം. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ടണലിലേക്ക് വരുന്ന വഴി ഇതാണ്. ഇതിലെ താഴോട്ട് ഇറങ്ങിയാണ് നമ്മൾ ടണലിലേക്ക് വരുന്നത്. ഇത് ജലാശയത്തിലെ താഴെ നിന്ന് കയറി വരുന്ന വഴിയാണ് ഈ വഴി. ഇതിലെ നമ്മൾ ഇങ്ങോട്ട്
ഇതിൽ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ടണലിലേക്കുള്ള വഴി. അതിങ്ങോട്ട് വരുമ്പോൾ നേരെ ടണലിലോട്ടാണ് പോകുന്നത്. ആ വെള്ളം നല്ലതായിട്ട് കുത്തൊഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ടണലിൻ്റെ ആ ഭാഗത്താണ്. അപ്പം ഈ ടണലിലൂടെയാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ ഇതിനകത്തൂടെ കയറിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇപ്പം പറ്റുന്നത്രയും കൊണ്ട് കാണിക്കുകയും ചെയ്യാം. തന്നെയല്ല, മുന്നറിയിപ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ശക്തി വെള്ളം ഉള്ളതുകൊണ്ട് ആരും ഇറങ്ങല്ല ഇതെന്ന് മുന്നറിയിപ്പുണ്ട്. കാണാവുന്നത്രയും ഞാൻ ഏതായാലും വീഡിയോയിലൂടെ കാണിക്കും. അപ്പോൾ നമ്മൾ അഞ്ചുരുളി ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ ആ ടണലിലോട്ട് പോയ ഭാഗം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല പുതിയ വീഡിയോകളും പുതിയ സ്ഥലങ്ങളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.